എല്ലാ മഹത്വവും ദൈവത്തിന്. 1 കൊരിന്തോസ് 10:20 വിജാതിയർ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല പിശാചിനാണ് എന്ന് പൗലോസ്ലീഹ കൃത്യമായി വെളിപ്പെടുത്തുന്നു. പഴയ നിയമഗ്രന്ഥങ്ങളിൽ കർത്താവായ ദൈവം കൃത്യമായി വെളിപ്പെടുത്തുന്നു, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകിയപ്പോൾ ദൈവം ആദ്യം നൽകിയ കൽപ്പന, ഒന്ന് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാണ്. യോഹന്നാൻ 14:6 ഈശോ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഈ വചനം കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈശോയെ ആരാധിക്കാത്ത എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പിശാചിനാണ് ആരാധന നൽകുന്നതും ബലിയർപ്പിക്കുന്നതും. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അറിഞ്ഞോ അറിയാതെയോ പിശാച് കാലാകാലങ്ങളിലായി നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി മുതൽ ആരംഭിച്ച അവൻ്റെ തന്ത്രം അവൻ ഈശോയുടെ 2ാം വരവ് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തെ അനുസരിക്കാതെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എറിയപ്പെട്ട മാലാഖമാർ പിശാചുകളായി ഭൂമിയിലെത്തിച്ചേരുന്നു. ദൈവത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പിശാചുകൾ, ലൂസിഫറും അവൻ്റെ സംഘവും, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ആരാധന മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച് അവൻ്റെ സാമ്രാജ്യമായ നിത്യനരകത്തിലേക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പഴയ നിയമഗ്രന്ഥങ്ങളിലൂടെയെല്ലാം നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും, മോളക്ക്, അഷാര പ്രതിഷ്ഠ, ബാൽ ദൈവം, അങ്ങനെ ഒട്ടനവധി ലോകം മുഴുവൻ പിശാചിൻ്റെ വലയത്തിൽ ആയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എങ്കിലും ഇപ്പോഴും ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും അനേകം പേര് അറിഞ്ഞോ അറിയാതെയോ പിശാചിന് തന്നെയാണ് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ 2ാം വരവ് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൃത്യമായി ബൈബിളിൽ പറയുന്നു. സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ട മാലാഖമാരാണ്, 1/3 ഭാഗം മാലാഖമാരെയാണ് 30 കോടി ഗണങ്ങളായി പല മനുഷ്യരും ഇന്നും ഭൂമിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ച ഒരേയൊരു ദൈവം, ആ ദൈവത്തെ തിരിച്ചറിയുവാൻ, ഈശോയെ ആരാധിക്കുവാൻ എല്ലാ മക്കൾക്കും ജ്ഞാനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.